നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാപ്പി ഗോൾഡ് ന്യൂ ഫാഷൻസ് എന്ന പുതിയ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഫംഗ്ഷൻ ഏതുമാവട്ടെ, സെലിബ്രേഷൻ ഏതുമാവട്ടെ, മലയാളികൾക്ക് സ്വർണ്ണമില്ലാത്തൊരാഘോഷമില്ല അല്ലേ? ഡെഫിനറ്റ്ലി നമ്മളുടെ കേരളത്തിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഒന്നും സ്വർണം തന്നെയാണ്, അത് എത്ര വിലയാണെങ്കിലും. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു സ്വർണത്തിൻ്റെ വിലയിലും മലയാളികൾ സ്വർണം വാങ്ങിക്കുന്ന കാഴ്ചയാണ്. സോ ഇന്ന് നമ്മൾ അത്തരം ഒരു കാഴ്ച കാണാൻ പോകുന്നത് ചേർത്തലയിലുള്ള ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നാണ്. സോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഒത്തിരി ഉണ്ട്. അതായത് നിങ്ങൾക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സോ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയും കുറച്ച് എപ്പിസോഡിലായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നതും നിങ്ങളെ കാണിക്കാൻ പോകുന്നതും. സോ എന്തായാലും ഡെഫിനറ്റ്ലി മിസ് ചെയ്യാതെ എല്ലാ എപ്പിസോഡും കാണുക. സോ യെസ്, നമുക്ക് പോവാം, വിശേഷങ്ങൾ അറിയാം. നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചേർത്തലയിലെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള അനീഷ് സാറിനെയാണ്. വെൽക്കം സർ. സോ തീർച്ചയായിട്ടും ഇത്രയും ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിന് പിന്നിൽ കുറച്ച് സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ. സോ നമ്മളുടെ ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ടാണോ, പിന്നെ നമുക്ക് എത്രത്തോളം ഗ്രോത്താണ് ഫസ്റ്റ് ടു ഈ ഒരു നിമിഷം വരെ ഉള്ളത്, അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സോ എന്തായാലും ഞാൻ കേട്ടത് വെച്ചിട്ട് ഒത്തിരി ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് മെയിനായിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ്, നമ്മളിപ്പോൾ റിവ്യൂ ഒക്കെ കേട്ടപ്പം ഒത്തിരി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും ആണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. സോ എന്താണ് ആ ഒരു ഫസ്റ്റ് തൊട്ട് ഇവിടെ വരെ നിൽക്കുന്നതിന് ഒരു ജേർണി ഉണ്ടാവുമല്ലോ. സോ ഇനി നമുക്ക് എത്ര ഷോറൂംസും കാര്യങ്ങളൊക്കെ ആണെന്നുള്ള വിശേഷമൊക്കെ നമ്മളുടെ പ്രേക്ഷകരോട് പറയണം. അപ്പം നമുക്ക് ഫസ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളൊരു സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ട് തുടങ്ങാം അല്ലേ? നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4 കൊല്ലം മുമ്പായിരുന്നു. അന്ന് ഇത് ഈ ഇത്രയും വലുതല്ല, ഫസ്റ്റ് ഒരു ഒറ്റ ഷട്ടർ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മറ്റു വലിയ ഷോപ്പാക്കി എടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ബാക്കിലോട്ടൊക്കെ ആക്കി ഇച്ചിരി വലുതാക്കിയിട്ടുള്ള ഒരു ഇതിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പ് ഒരു 7 കിലോമീറ്റർ മാറി ഒരു ഷോപ്പുണ്ട്, ഹാപ്പി ഗോൾഡ് എന്ന് പറഞ്ഞ്. കഴിഞ്ഞ ഒക്ടോബർ 25-ാം തീയതി ആയിരുന്നു ആ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സൈലൻ്റായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. കാര്യം ഈ പറഞ്ഞ പോലെ നാളെ എന്താകുമെന്നൊന്നും അറിയാൻ മേല. ഇവിടെ ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതിനു മുമ്പ് അതിനും ഒരു 3 കൊല്ലം മുമ്പ് നമ്മുടെ ഈ ഷോപ്പിൻ്റെ തന്നെ മുകളിലായിരുന്നു. അവിടെ നമ്മൾ ചെറിയ രീതിയിലാണ് ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷമൊക്കെയാണ് ഇത് വളരെ പതുക്കെയാണ്, ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഇത് വന്നത്. ഒറ്റ അടിക്ക് വന്ന ഒരു സംഭവമല്ല. പെട്ടെന്ന് കാണുമ്പം എല്ലാവരും ഓർക്കും ഇത്ര പെട്ടെന്ന് ആണ് അവരുടെ ഇത് അല്ല, കുറച്ച് താമസം ഉണ്ടായിരുന്നു. വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത് ഏകദേശം 2 കൊല്ലമായിട്ടുള്ളൂ. 2 കൊല്ലം കൊണ്ടാണ് വീഡിയോസൊക്കെ വരാൻ തുടങ്ങിയത്. പിന്നെ നമ്മുടെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി ആദ്യം വീഡിയോസൊക്കെ ഇട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു എന്താ പറയണ ഒരു ചെറിയൊരു ഇതുണ്ടാവില്ലേ, ഇതൊക്കെ എന്തെന്നാണെന്നുള്ളൊരു തോന്നൽ വരും. പതുക്കെ നമ്മുടെ ആ വീഡിയോസ് റീച്ച് പതുക്കെ കൂടാൻ തുടങ്ങി. പിന്നെ ഒത്തിരി പേര് നമ്മുടെ ബ്ലോഗേഴ്സൊക്കെ ഒത്തിരി പേര് ആയിട്ട് അവരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ വീഡിയോ ചെയ്യാൻ അവർക്കും റീച്ച് കിട്ടും, നമ്മളുടെ റീച്ച് കൂടുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരു കൊളാബ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ ജ്വല്ലറി ഇത്രത്തോളം ഒരു ഇതായത്. അതിൻ്റെ മെയിൻ ഉദാഹരണം ഇത് തന്നെയാണ് കേട്ടോ, വീഡിയോസ് തന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. വീഡിയോസ് തന്നെ നമ്മൾ റെഗുലറായിട്ട് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ നമ്മൾ ഡെയിലി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഗോൾഡ് റേറ്റും അതുപോലെ തന്നെ ഗോൾഡ് വിൽക്കുന്ന റേറ്റും അതുപോലെ തന്നെ നമ്മൾ ഓരോ ഐറ്റം ഒക്കെ ആയിട്ട് പുതിയ വെറൈറ്റി ഐറ്റംസ്, അതും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ടൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. ഡെയിലി വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുറേ പടിപടിയായിട്ട് നമ്മൾ ഇത്രത്തോളം വരാൻ ഉള്ള ഒരു കാരണമുണ്ടായത്. ഹായ്, എന്താണ് പേര്? എൻ്റെ പേര് ജെൻസൺ. ഓക്കെ, അപ്പം നമ്മളുടെ ഹാപ്പി ഗോൾഡിൽ ആദ്യമായിട്ടാണോ അതോ? ആദ്യമായിട്ടാണ്. ഓക്കെ, ബാക്കിയുള്ള ജ്വല്ലേഴ്സിൽ നിന്ന് എന്താണ് ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ തോന്നിയത്? കളക്ഷനുണ്ട്,
നല്ല കളക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ കസ്റ്റമർ സർവീസ് ഒക്കെയോ? നല്ല രീതിയിലാണ്. ഓക്കെ, അപ്പം കളക്ഷൻസ് ഒക്കെ കണ്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി ഇനി അടുത്ത ടൈം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യത്തിന് വരും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. ഹായ്. ഹായ്. പേരെന്തായിരുന്നു? റോജി. ഇവിടെ തന്നെയാണോ വീട്? അല്ല, അർത്തുങ്കൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാപ്പി ഗോൾഡൻ ഡയമണ്ട്സിൽ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് വരും. ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു പർച്ചേസ്? എന്തായിരുന്നു പർച്ചേസ്? കുഞ്ഞിന് മാല എടുക്കണമായിരുന്നു, ചെയിൻ എടുക്കണമായിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ ബാക്കിയുള്ള ജ്വല്ലേഴ്സും വെച്ചിട്ട് എന്താണ് ഒരു പ്രത്യേകത തോന്നിയത്? ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ്, പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ സാധനങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ആ സമയത്തും ബാക്കിയുള്ള ഒരിടത്തു നിന്ന് ഒരു കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇവിടെ അല്ലേ, വിലയിലാണെങ്കിലും. ഓക്കെ, അപ്പോൾ ക്വാളിറ്റിയിലൊക്കെ ആണെങ്കിലോ നോക്കിയായിരുന്നോ? സ്വർണ്ണമൊക്കെ നോക്കിയായിരുന്നോ? സ്വർണം കണ്ടിട്ട് കുഴപ്പമില്ല, നമ്മൾ ആദ്യമായിട്ട് മേടിക്കുമല്ലേ, കുഴപ്പമുണ്ടായാലും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും ഫ്യൂച്ചറിൽ ഇവിടെ തന്നെ വരുമായിരിക്കും അല്ലേ? വരും. ഓക്കെ, അപ്പം കുഞ്ഞിന് കാത് കുത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു സോ മച്ച്. മലയാളികൾക്ക് ഈ കല്യാണം എന്ന് പറയുമ്പോൾ സ്വർണ്ണം ഇല്ലാതെ പറ്റത്തില്ല അല്ലേ? സോ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഇത്രയും മാലകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? സോ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഓരോന്നും. ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെയിറ്റ് ആണ്. വെയിറ്റ് ഒന്ന് എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? കുറേ ഗസ്സസ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് 10 പവനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? യെസ്, 10 പവനേ ഉള്ളൂ. ആൻഡ് ഓരോന്നും ലൈറ്റ് വെയിറ്റ് ആയിട്ട് മനോഹരമായിട്ടാണ് നമ്മളുടെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചേർത്തല ആലപ്പുഴയിൽ നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമ്മളുടെ പർച്ചേസിന് വലിയ പർച്ചേസ് ആയിക്കോട്ടെ, ചെറിയ പർച്ചേസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരേപോലെ വരാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു ഇടം തന്നെയാണിത്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം എല്ലാവരും എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. ഇന്നത്തെ ഈ ഒരു കളക്ഷൻസും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ബൈ.